ഹലോ, ഇന്ന് കുഞ്ഞാറ്റയുടെ ഒരു പിണക്കത്തിന്റെ കഥയാണ്. കുഞ്ഞാറ്റയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആരോ ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റക്കുട്ടി പിണങ്ങുമെന്ന്. ഇന്നിപ്പോ കുഞ്ഞാറ്റക്കുട്ടി പിണങ്ങിയ ഒരു ദിവസമാണ് കേട്ടോ. എന്തിനാ പിണങ്ങിയെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. പിണങ്ങി കഴിഞ്ഞാൽ അവൾ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പോലും എന്നെ വിളിക്കില്ല. ഇതിപ്പോ ഈ അവന്റെ ഇക്കുമ്പത്തൊക്കെ ഇവക്ക് അറിയാന്ന് പിണക്കം വന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. രാവിലത്തെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് വൈകുന്നേരം ഞാൻ ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിണങ്ങിയില്ലേ, അപ്പൊ അതുകൊണ്ട് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവള് തന്നെ അതൊക്കെ അവനിൽ വെച്ച് ചൂടാക്കി. ഇനിയിപ്പോ പിണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് തരും കേട്ടോ. എന്തെങ്കിലും എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞാലൊക്കെ അതൊക്കെ ചെയ്യും. അപ്പൊ പിണക്കത്തിന് ഹേതുവായ മുതലാണിതാ ഈ കിടക്കുന്നത്. ഇനിയിപ്പോ മഴക്കാലം വരാൻ പോവല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയുടെ ബെഡ് ഇതാ ഈ കാണുന്ന കേട്ടോ. ഇതിലേക്ക് ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങിയില്ല എന്നാണ് അവളോട് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ഞാൻ അവക്കും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ചുമരിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വോൾ സ്റ്റിക്കേഴ്സും വാങ്ങിയിട്ടോ. പ്രൊമോഷൻ അല്ല, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ചിലർക്ക് ഈ പ്രൊമോഷൻ വീഡിയോസ് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കമന്റ് ബോക്സിൽ അത് പ്രകടമാവാറുണ്ട്. അത് പോട്ടെ. അങ്ങനെ ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാക്കു പറഞ്ഞു ഞാൻ ഒട്ടിച്ചു തരാമെന്ന്. അങ്ങനെ ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊക്കെ കാക്കുവാണ് ചെയ്യുന്നത്. കൂടെ തക്കടും ഉണ്ടായിരുന്നു. കുഞ്ഞുമാവയെ നോക്ക്, ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ട് വരാം, നിന്റെ പോർഷൻ ആകുമ്പോൾ നിന്നെ വിളിക്കാമെന്ന് കുഞ്ഞാറ്റയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റും വോൾ സ്റ്റിക്കറും എല്ലാം സെറ്റാക്കിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റിനെ വിളിച്ചു. അപ്പോൾ അവൾ ആകെ സർപ്രൈസ്ഡ് ആയി. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഗതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവുന്നത് കാണാൻ നല്ല രസമാണല്ലേ. അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷവും അവരുടെ ആ ഒരു എക്സ്പ്രഷനും ഒക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് കുഞ്ഞാറ്റക്കുട്ടിയുടെ ബെഡ് സ്പേസിന്റെ ഫൈനൽ ലുക്ക്. ആക്ച്വലി ഇവിടെ കുഞ്ഞാറ്റക്കുട്ടിക്കും തക്കുടൂനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം തന്നെ ഉണ്ട്. പക്ഷെ അവർ തീരെ കുഞ്ഞു കുട്ടികളായതുകൊണ്ടാണ് സെപ്പറേറ്റ് അവരെ മാറ്റി കിടത്താത്തത്. ഏതൊക്കെയോ കാർട്ടൂൺസ് ഒക്കെ കണ്ട സമയത്ത് കുഞ്ഞാറ്റക്കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി കണ്ണിൽ വെച്ച് ഉറങ്ങുന്ന ഒരു സംഭവം വേണമെന്ന്. അങ്ങനെ കുഞ്ഞാറ്റക്കുട്ടിക്കും തക്കുടൂനും വേണ്ടിയിട്ട് ഒരു സ്ലീപ്പിംഗ് മാസ്കും കൂടെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.